ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ നമ്മൾ ഒരു പോർഷൻ കോൺ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികളും മാറ്റി വെക്കാതെ എല്ലാം കഴിച്ചോളും. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ഫ്രോസൺ കോൺ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. സ്വീറ്റ് കോൺ ആണ് എടുത്തേക്കുന്നത്. അതുപോലെ കുറച്ച് എല്ലോട് കൂടിയ ചിക്കൻ പീസസ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബോൺലെസ് ആയിട്ടുള്ള ബ്രസ്റ്റിന്റെ പീസ് മാത്രം എടുത്താലും മതി. ഞാനിപ്പോൾ നമ്മൾ കറി വെക്കാൻ മേടിച്ചേക്കുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തേക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. കുറച്ച് ബട്ടറിൽ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിന് പകരം ഒലിവ് ഓയിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിട്ട് കൊടുക്കാം. അതുപോലെ ഇത് ഒതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു തനത് ശൈലിയുള്ള സൂപ്പൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഗാർലിക് ആദ്യം തന്നെ നമ്മൾ ബട്ടറിലൊന്ന് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 200 ഗ്രാം കോണും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കോൺ മുഴുവനായിട്ടും അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ, അതായത് അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മളിത് അരയ്ക്കുന്നുണ്ട്, അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ പകുതി മാത്രം ചേർത്താൽ മതി. അതല്ല, നിങ്ങൾക്ക് കോൺ അങ്ങനെ കടിക്കാനായിട്ട് വേണമെങ്കിൽ ഇത്രയും ചേർക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങളുടെ ഒരു കോണിനോടുള്ള ഇഷ്ടം അനുസരിച്ചാണ് ഇതിൽ ചേർക്കേണ്ട കോണിൻ്റെ അളവ്. ഇവിടെ എല്ലാവർക്കും കോൺ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ്റെയും കോണിൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ലതുപോലെ നമ്മുടെ സൂപ്പിലേക്ക് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പെപ്പറാണ്. നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇഞ്ചി വേറെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഗാർലിക് മാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും കൂടെ വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനും കോണും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് നമ്മുടെ ചിക്കനും അതുപോലെ കോണൊക്കെ നല്ലതുപോലെ ഇതിൽ കിടന്ന് വറ്റി വരണം. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കനും കോണൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനും അതുപോലെ കോണും വേവിച്ചത് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കോണും അതുപോലെ നമ്മുടെ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ അതും മാറ്റി വയ്ക്കാം. നമ്മളിവിടെ കുറച്ച് കോണും അതുപോലെ വേവിച്ച ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കോണും അതുപോലെ നമ്മുടെ ഗാർലിക്കും ഇത് വേവിച്ച ആ ഒരു വെള്ളമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ കോൺ വേവിച്ച് വെച്ചത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കണം. തരിതരിപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ലതുപോലെ അരിച്ചെടുക്കാം. ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷനും അതുപോലെ ഗ്രീൻ പോർഷനുമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷെ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള്, വളരെ കുറച്ച് മാത്രം ഓറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു അരോമ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയത് തന്നെയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കാം. ഇതും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പൊ നമ്മൾ സൂപ്പിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി നമുക്ക് വീണ്ടും ഒരു കടായിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്കും ബട്ടറും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയാൽ മതി, ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന വേവിച്ച് വെച്ച കോൺ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് നല്ല തിക്കായിട്ടുള്ള സൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തിളച്ചതിന് ശേഷം നല്ല തിക്നെസ്സിൽ കിട്ടാനാണെങ്കിൽ ഒരല്പം 1 ടീസ്പൂണോളം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ചാൽ മതി കേട്ടോ. നമ്മുടെ കോൺ ഇവിടെ നല്ലതുപോലെ കോൺ ആ ഒരു എക്സ്ട്രാക്റ്റ് നമ്മൾ പിഴിഞ്ഞെടുത്തില്ലേ, അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കോണും അതുപോലെ ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ എരിവൊക്കെ ഉണ്ടോ നോക്കാം. ഞാനിതിലേക്ക് അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം, ഒരു നുള്ള് മാത്രം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോണിൻ്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അതല്ല നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം പോലെയുള്ള സൂപ്പാണ് വേണ്ടതെങ്കിൽ ഇതിൽ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കോൺഫ്ലവർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിതാ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കലക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മൈദയൊന്നും ചേർക്കാൻ പാടില്ല. കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കണം. അത് നല്ലതുപോലെ കലക്കി, കട്ടയില്ലാതെ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് നമ്മുടെ സൂപ്പ് ഒട്ടും നന്നായിരിക്കില്ല. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്താൽ തന്നെ നമ്മുടെ സൂപ്പ് നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മുടെ സൂപ്പ് നല്ലതുപോലെ തിളച്ച് നല്ല തിക്ക് സൂപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട നല്ലതുപോലെ പതച്ചത് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ സൂപ്പ് സെർവ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലെ ആ നൂൽ പരുവത്തിൽ കണ്ടോ നമ്മുടെ മുട്ടയും കൂടെ വരുമ്പോൾ അതേ സ്റ്റൈലിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സാലറി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ചിലർ ഇതിൽ കുറച്ച് വിനാഗിരി ചേർക്കാറുണ്ട്, ആ ഒരു പുളിയുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയിൽ കുറച്ച് ഉപ്പും അതുപോലെ പഞ്ചസാരയും ഒരു പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൂടെ സെർവ് ചെയ്താലും മതി. ഉപയോഗിക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിച്ചോളും. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. നമുക്കിനി സൂപ്പിൽ ചേർത്ത് കഴിക്കാനുള്ള വിനിഗർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ വിനിഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു പച്ചമുളക് ഇതിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. ഇങ്ങനെ വിനിഗർ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സോയാ സോസിന്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സോസിൽ ചേർക്കാനുള്ള വിനിഗറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും അതുപോലെ അതിൽ ചേർത്ത് കഴിക്കാനുള്ള ചില്ലി വിനിഗറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.